ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാർ പറയുന്നതും കേട്ട് അമലിൻ്റെ അടുക്കലേക്ക് കുഞ്ഞ് അപർണ ചെല്ലും കേട്ടോ. അമൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ആ സമയത്ത് കൂട്ടുകാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുക. ആണിനെന്താ ഒരു മനസ്സില്ലേ എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ അമലിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അമലിങ്ങനെ ഇതൊക്കെ എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കുവാണ്. ഇവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്നിട്ട് പതുക്കെ ചെന്നിങ്ങനെ അമലിൻ്റെ തോളത്ത് കൈ വെക്കാനായിട്ട് ഇങ്ങനെ നോക്കുക. എന്നിട്ട് കൈ ഇങ്ങനെ മടിച്ചു, വേണ്ട എന്നുള്ള രീതിയിൽ. ഈ സമയത്ത് അമൽ ചുമ്മാ ഇങ്ങനെ നോക്കിയപ്പോൾ അപർണ അവിടെ നിൽക്കുന്നു. പേടിച്ചു പോയിട്ട് അയ്യോ എന്ന് പറഞ്ഞൊരു ഒറ്റ കാർച്ച. എന്താടി ഇതൊന്നും ചോദിക്കാം, മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്നൊക്കെ അമൽ പറയുമ്പം അതെന്താ എന്നെ കണ്ട് പേടിക്കാൻ ഞാനുള്ള പിശാചു ആണോ എന്ന് ചോദിച്ചു അപർണയെ. നേരം പിശാച് മുന്നിൽ വന്ന് ഞാൻ ഇത്രയും പേടിക്കില്ല എന്ന് അമൽ. ഓ ഞാൻ പിശാചിനെ പോലെയാണോ ഇരിക്കുന്നത് എന്ന് അപർണ ചോദിച്ചപ്പം രൂപത്തിലല്ലല്ലോ വാക്കിലും പ്രവൃത്തിയിലുമാണെന്ന കാര്യം അമൽ അന്നേരം ഇവളോട് പറഞ്ഞു. അത് അമൽ എന്നെ ഇറിറ്റേറ്റ് ചെയ്തിട്ടല്ലേ എന്ന് ചോദിക്കുമ്പം അല്ലെങ്കിൽ നീ എത്രയോ പാവം, വെറുതെ ഇരുന്നാലും എൻ്റെ തലയിൽ കുതിര കയറാൻ വരുന്ന നീ അല്ലേടി. അമൽ എന്നെ മാത്രം കുറ്റപ്പെടുത്തൊന്നും വേണ്ട. പിന്നെ പറയാനാണെങ്കിൽ രണ്ടു കൂട്ടരുടെ ഭാഗത്തും തെറ്റുണ്ടെന്നൊക്കെ അപർണ. എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് അമൽ. ശരി, ഞാനത് സമ്മതിച്ചു, ഞാൻ തന്നെയാ തെറ്റുകാരി. അയ്യോ, നീ അങ്ങനെ സമ്മതിച്ചൊന്നും തരരുത്. നീ തമ്പിയുടെ മോളാണ്, തമ്പിയുടെ മോള് തോൽക്കാനായി ജനിച്ചവളല്ല എന്നൊക്കെ പറഞ്ഞ് അമൽ ശവത്തിക്കുത്തുക. അതൊക്കെ കേട്ടപ്പോൾ അപർണ ഇവൻ്റെ കൂടെ ജീവിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഇവൻ്റെ മരത്തല ഞാൻ നാടിച്ച് കീറും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ അപർണ പറയുമ്പോൾ എന്താടി നീ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു അമലെ. അപ്പം ഞാൻ ഒരു വഴക്കിനും ഇല്ല എന്ന് അമലിനോട് അപർണ. എങ്കിൽ നീ എൻ്റെ കഥ കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് നിർത്ത്, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നീ എന്താ പറഞ്ഞത്? കഴിഞ്ഞെന്നോ? എന്താ കഴിഞ്ഞത്? അതൊന്ന് പറഞ്ഞേ. നീ എന്താ അത് പറയാത്തത്? നീ ഒരുത്തി ഈ കുടുംബത്തിൽ വന്നു കയറി വരുത്തി വെച്ച വിനകളൊന്നും എനിക്കങ്ങനെ മറന്നു കളയാൻ പറ്റുന്നതല്ല. ഞാനതങ്ങനെ മറക്കത്തുമില്ല. നീ കാരണമാണ് ജാനയടുത്ത് നീ വീട്ടിൽ നിന്ന് പോയത് പോലും. നീ ഇനി അത് എൻ്റെ തലയിൽ വെച്ച് തരാനൊന്നും നോക്കണ്ട. നിന്റെ ഇടത്തി ഒരു കമ്പനിയിൽ ജോലിക്ക് കയറിയിട്ടില്ല എന്നും ജാനകി അമ്മയുടെ കൂടെ തന്നെയാണ് ഉള്ളത്. പിന്നെ അത് ജാനകിയുടെ അമ്മയാണോ അല്ലയോ എന്നുള്ളത് വേറെ കാര്യമാണെന്ന കാര്യങ്ങളൊക്കെ അപർണ ഇങ്ങനെ പറയുമ്പം ഇവളുടെ സ്വരത്തിൽ എന്തോ ഒരു കീഴടങ്ങൽ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ അമൽ ചിന്തിക്കുമ്പം അമൽ എന്താ ഏടത്തി എവിടെയാണെന്ന് ഏട്ടനോട് ചോദിക്കാത്തത്? ഏട്ടൻ അമലിനോട് എല്ലാ കാര്യങ്ങളും പറയുന്നല്ലേ. അപ്പോൾ ഏട്ടത്തി എവിടെയുണ്ടെന്ന് എനിക്കറിയാം, പിന്നെ എന്തിനാ ഞാൻ ഏട്ടനോട് ചോദിക്കുന്നതെന്ന് അമൽ ചോദിച്ചു. എങ്കിൽ പിന്നെ എന്തിനാ രഹസ്യമായിട്ട് ഇത് വയ്ക്കുന്നത്? അപ്പം നിന്നോട് പറയാനേ എനിക്ക് മനസ്സില്ലാത്തത് കൊണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമൽ അങ്ങ് കിടന്നു. അമൽ കയറി കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അപർണ നിന്ന് ഇങ്ങനെ ചിന്തിക്കുക. നാശം എന്നും പറഞ്ഞു എന്നിട്ട് ചെന്ന കട്ടിലയിലേക്ക് അങ്ങ് ഇരുന്നു. ഭയങ്കര കലിപ്പിൽ. നീ എനിക്ക് തരുന്ന വില എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഭാര്യ വിശ്വസിക്കാൻ ആദ്യം പഠിക്കണമെന്ന് അപർണ പറയുമ്പം വിശ്വസിക്കാൻ പറ്റിയൊരു ഭാര്യ എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നീ ജാനയടുത്ത് കണ്ടതൊക്കെ ആദ്യം പഠിക്കും. അങ്ങനെ അമൽ ഇങ്ങനെ നോക്കുക. ഇവളെന്തോ ലക്ഷ്യം വെച്ചാണ് അടുത്ത് കൂടിയിരിക്കുന്നത് എന്ന് അമലിന് മനസ്സിലായി. അമൽ ഇങ്ങനെ കിടന്ന് ആലോചിക്കുക ഇവൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നതെന്ന്. അപർണ നേരം അമലിനെ ഇങ്ങനെ നോക്കുക കേട്ടോ. അമൽ എന്നിട്ട് കണ്ടിട്ട് കാണാത്ത മട്ടിൽ അങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇരിക്കുക. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന വിമലെന്ന് പറയുന്ന ആ ഒരാൾ കുടിച്ചോ എന്തൊക്കെയോ ഒരു വെപ്രാളമൊക്കെ കാണിക്കുക. വന്നിട്ട് ഭയങ്കര കലിപ്പ്. അപ്പോൾ കൂടെ നിൽക്കുന്ന ഒരു ചേട്ടൻ ഇങ്ങനെ പിടിച്ചു മാറ്റാൻ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ അവളെ കണ്ടു നരേന്ദ്ര, ഞാൻ കണ്ടത് ജാനകിയെ തന്നെയാണെന്നൊക്കെയാണ് പറയുന്നത്. അല്ലെന്ന് നീ എന്നോട് പറയണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യം. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ഇങ്ങനെ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കാം. അപ്പം അത് ജാനകിയാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞാൽ നിനക്ക് സമാധാനം ആവുമെന്ന് ചോദിച്ചു ആ ചേട്ടൻ. എന്നാൽ ഞാനത് സമ്മതിച്ച് തരാം. എന്താ നീ കണ്ടത് ജാനകിയെ തന്നെയാണെന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര കലിപ്പ് ഇയാൾക്ക്. നിന്റെ എടുത്ത ചാട്ടം ആദ്യം ഒന്ന് നീ നിർത്താൻ പറഞ്ഞു. നിന്റെ ജീവിതം ഈ നിലയിൽ എത്തിച്ചതേ ചിന്തിക്കാൻ ഒരു അവസരം നീ കൊടുക്കാത്തത് കൊണ്ടാണെന്ന് കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കുമ്പം ഞാൻ കണ്ടത് ജാനകിയെ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ അവിടെ കിടന്ന് വെകിളി കൊള്ളുക. ഇനി നകുലൻ വീണ്ടും ഒരു ജന്മം എടുത്തു വന്നാലും ജാനകിയെ എവിടെ വെച്ച് കണ്ടാലും ഞാൻ തിരിച്ചറിയുമെന്നും പറഞ്ഞുകൊണ്ട് ഈ നകുലൻ ഇങ്ങനെ കൂട്ടുകാരനോട് പറയുന്നു. അയാൾ നിന്ന് ചിരിക്കുക കേട്ടോ. എന്ത് ചെയ്യാനാ, അതെൻ്റെ ഉറക്കത്തിൽ ആണെങ്കിൽ പോലും അത് അങ്ങനെയാണ്. അവളുടെ ശബ്ദം കേട്ടാൽ മതി എനിക്കത് മനസ്സിലാകുമെന്നൊക്കെ ഇങ്ങനെ നകുലൻ പറയും കേട്ടോ. എന്നിട്ട് കൂട്ടുകാരൻ്റെ കുത്തിനൊക്കെ കയറി പിടിച്ചു. എനിക്ക് എങ്ങനെ അവളെ മറക്കാൻ കഴിയോടാന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ പറയുക. നീ മറന്നു പോയോടാ എല്ലാം എന്നൊക്കെ ചോദിച്ചു ഭയങ്കര ദേഷ്യമായിട്ട് ഇങ്ങനെ കാണിക്കാം. ഞാനത് മറന്നാലേ പിന്നെ നകുലൻ ഇല്ല, മറക്കില്ല, ഞാൻ ഒരിക്കലും മറക്കില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അയാളോട് ഭയങ്കര ഇതായിട്ട് കാണിക്കാം. മറക്കില്ല എന്ന് പറഞ്ഞിങ്ങനെ കാണിക്കുക. ഞാനെന്ന് അവളെ കണ്ടടാ, ഞാൻ അവളെ കണ്ടു,
ഈ നകുലൻ അവളെ കണ്ടു. ഞാനേ ഓടി അടുത്ത് ചെന്നപ്പോഴേക്കും അവള് കൈവിട്ട് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യം. അത് കേട്ടപ്പോൾ നകുല, നിന്നെ അവള് കണ്ട അവള് പിന്നെ ഈ സിറ്റിയിൽ നിൽക്കുവോ എന്നുള്ള കാര്യം കൂട്ടുകാരൻ ചോദിക്കുക. എടാ, ഇതാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, ഇപ്പോഴും നിനക്ക് നിന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന്. എടാ, അല്പം ക്ഷമ നീ കാണിക്ക എന്നും പറഞ്ഞിങ്ങനെ പറയേ കൂട്ടുകാരൻ നകുലനോട്. നീ ഇപ്പോഴും കമ്പനിയുടെ സിഇഒയുടെ മട്ടിലല്ല അവളോട് പെരുമാറുന്നതെന്നും പിന്നെ ജാനകി നിന്റെ കമ്പനി സ്റ്റാഫും അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കും. അപ്പം ശരിയാന്ന് പറഞ്ഞു നകുലൻ. ഇപ്പം അധികാരമല്ല നീ ഇവിടെ കാണിക്കേണ്ടത്, തന്ത്രമാണെന്നൊക്കെ കൂട്ടുകാരൻ നകുലന് ഉപദേശിച്ചു കൊടുക്കുമ്പം ഇങ്ങനെ നോക്കി നിൽക്കുക. ഇന്നലെ ജാനകി അറിഞ്ഞ നീ ആയിരിക്കരുത് ഇനി അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ പോകേണ്ടത് അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടേണ്ടതെന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരൻ ഉപദേശിച്ചു കൊടുത്തു. അപ്പോൾ പെർഫെക്റ്റ്ലി നീ ഓക്കെ ആയിരിക്കണമെന്നും മൈൻഡ് അങ്ങനെ തന്നെ സെറ്റ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്തു. നീയൊന്ന് ആദ്യം റിലാക്സ് ആവ്, എന്തിനും നിന്റെ കൂടെ ഞാനില്ല, നീ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞ് കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ പതുക്കെ നമുക്ക് ജാനകിയിലേക്ക് അടുക്കാവുന്നു. അപ്പോൾ ശരിയാണെന്ന് പറഞ്ഞ് നകുലൻ ഇങ്ങനെ നിൽക്കുന്നു അവിടെ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചേട്ടൻ ചിത്രം വരയ്ക്കുക. അപ്പോഴാണ് നമ്മുടെ അബിയും അതുപോലെ വക്കീലും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അവർ രണ്ടുപേരും കൂടെ ചെന്ന് ഈ ചേട്ടനോട് താങ്കളല്ലേ ഇന്ന ആൾ എന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. ഞാനാണ് ആർട്ടിസ്റ്റ് KK അതേന്ന് പറഞ്ഞു. ഞാൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ, ഇത് അബ്രാം. അവർ സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്തു. ആർട്ടിസ്റ്റ് SK പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. രേഖാചിത്രങ്ങൾ വരച്ച് പോലീസിനെ സഹായിക്കുന്ന ആളാണെന്ന് അറിയാമല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സക്കീർ ഭായ് പറയുമ്പോൾ പിന്നെ ആൾ പ്രശസ്തനല്ലേ എന്നൊക്കെ പറഞ്ഞ അഭിയം. അപ്പോൾ എത്രയോ പേരുടെ രേഖാചിത്രങ്ങൾ ഞാൻ പോലീസിന് വേണ്ടി വരച്ചിട്ടുണ്ടെന്ന് അറിയാമോ, അത് വെച്ച് പ്രതികളെ കണ്ടെത്തിയിട്ടും ഉണ്ടെന്നൊക്കെ ഈ ചേട്ടൻ പറയുക. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഇവർക്ക് രണ്ടുപേർക്കും. നിങ്ങൾക്ക് ആരുടെ ചിത്രം വരയ്ക്കേണ്ടത്, ഫോട്ടോ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അബി ആ ഫോട്ടോ കാണിച്ചു കൊടുത്തു. അതെ, ഇതിപ്പോൾ ഞാൻ വരയ്ക്കേണ്ട കാര്യം എന്താ, പെയിൻറ്റിംഗ് ആണോ വേണ്ടത് എന്നാ ചേട്ടൻ ചോദിക്കുമ്പം, അല്ല ഞങ്ങൾക്ക് വേണ്ടതേ ഈ ഫോട്ടോയിൽ നിന്നുള്ള ഇയാളുടെ 25 വർഷം പിന്നോട്ടുള്ള രൂപമാണെന്നും അന്ന് ഇയാൾ എങ്ങനെയായിരുന്നിരുന്നെന്ന് അറിയണം. ഇതൊരു അന്വേഷണത്തിൻ്റെ ഭാഗമാണെന്ന കാര്യമൊക്കെ പറയുമ്പം മനസ്സിലായി ഇയാളുടെ 25 വർഷം മുൻപുള്ള ആ ഒരു മുഖം നിങ്ങൾക്ക് വേണോ അല്ലേന്ന് ചോദിച്ചു. അപ്പോൾ അതാണെന്ന് പറഞ്ഞു. അപ്പോൾ ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം ഉറപ്പായിട്ട് ഞാൻ ചെയ്തു തരാമെന്ന് ഈ ചേട്ടൻ പറഞ്ഞു കേട്ടോ. ചിലപ്പോൾ ഈ ഫോട്ടോ ഇമേജ് സാദൃശ്യം ഉണ്ടായെന്നൊന്നും വരില്ല, അങ്ങനെ വന്നാൽ നിങ്ങൾ ഈ ഫോട്ടോ സ്വീകരിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ ആ ചേട്ടൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പുണ്ടായിട്ടല്ലേ ചിത്രം നിങ്ങൾ ഞങ്ങൾക്ക് വരച്ചായിരുന്നേ, അത് തന്നെയായിരിക്കും ഇയാളുടെ അന്നത്തെ മുഖമെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന കാര്യവും അബി അന്നേരം പറഞ്ഞു. ശരി എന്നാൽ ഞാൻ വരച്ചു തരാം കേട്ടോ എന്ന് പറഞ്ഞാൽ ചേട്ടൻ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തു. പിന്നെ ഈ ചിത്രത്തിൻ്റെ കാര്യങ്ങളും അതുപോലെ ഡേറ്റും കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ വർക്ക് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് നമ്പറും കൊടുത്തു. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയിട്ടോ. ഈ ചേട്ടനാണെങ്കിൽ അവിടെ നിന്ന് ബാക്കി കാര്യങ്ങൾ നോക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ നമ്മുടെ അപർണ ആരോ വെയിറ്റ് ചെയ്ത് വഴിയിൽ നിൽക്കും. അപ്പോൾ ഒരു ചേട്ടൻ ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നു. അപ്പോൾ അപർണ മേഡം ആണല്ലേ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ഇയാൾ ഇറങ്ങി വരുന്നത്. അപ്പോൾ നിങ്ങളെ ഞാനാണ് വിളിച്ചതെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ അതാണ് മേഡം, ഒരു ഡിറ്റക്റ്റീവിൻ്റെ അന്വേഷണം മിഗബ്. മേഡം വണ്ടി നമ്പർ പറഞ്ഞില്ല, മേഡത്തിൻ്റെ ഡ്രസ് കോഡും എന്നോട് പറഞ്ഞില്ല, ചന്തമുക്കിൽ മേഡം വരുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വാചകടി മാത്രമേ ഉള്ളൂ എന്നാ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഞാൻ ഏറ്റെടുക്കുന്ന ഒരു ജോലി പോലും വിജയിക്കാതിരുന്നിട്ടില്ല മേഡം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം, അതെ മേഡം കോലക്കേസൊന്നും അല്ല, വിവാഹാലോചന വന്നാൽ പെണ്ണിൻ്റെയും പയ്യൻ്റെയും ബാക്ക്ഗ്രൗണ്ട് അതൊക്കെ അന്വേഷിക്കില്ല ഡിറ്റക്റ്റീവ് പണി. അപ്പോൾ മേഡം ലണ്ടനിലൊക്കെ പോയി പഠിച്ചല്ലേ, ഡിറ്റക്റ്റീവുകളെ ഇങ്ങനെ ചെറുതാക്കി കാണരുത് മേഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ചേട്ടൻ പറയുമ്പം എൻ്റെ എഡ്യൂക്കേഷനെ പറ്റി നിങ്ങൾക്ക് എങ്ങനെ അറിയാം, നിങ്ങളെൻ്റെ ഏതെങ്കിലും പ്രൊഫൈൽ ചെക്ക് ചെയ്തോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എല്ലാം ഒരു ഡിറ്റക്റ്റീവ് അറിഞ്ഞിരിക്കണം മേഡം, മേഡം എന്നെ ഏൽപ്പിക്കാൻ പോകുന്ന ജോലി എന്താണെന്ന് പറയൂ, എനിക്ക് അന്വേഷിക്കാൻ തിടുക്കമായി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ ഭാര്യ ഇപ്പോൾ എവിടെയുണ്ടെന്ന് അറിയില്ല എന്ന് അപർണ പറയാം. അപ്പോൾ മാൻ മിസ്സിംഗ് ആണോ, ഇൻട്രസ്റ്റിംഗ്, പോലീസിലൊക്കെ അറിയിച്ചോ എന്ന് ചോദിക്കുമ്പം, എടോ ഇത് കാണാതെ പോയ കേസൊന്നും അല്ല, ഓ മനസ്സിലായി ഒളിച്ചോട്ടോ ആണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഓ എടോ താൻ ഞാൻ പറയുന്നതെന്ന് ആദ്യം കേൾക്കാവോ. ആ മേഡം പറഞ്ഞോളാൻ പറഞ്ഞു. ഭർത്താവും കുട്ടിയും വീട്ടിലുണ്ടെന്നും ഏട്ടത്തി ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുമുണ്ട്, അവൾ എവിടെയുണ്ടെന്ന് ഭർത്താവിനറിയാം. അപ്പം സിമ്പിളല്ലേ, ഭർത്താവിനോട് ചോദിച്ചാൽ പോരെ. ഓ എടോ ഞാൻ പറയുന്നത് താൻ മുഴുവനൊന്ന് കേൾക്കാവോ. ആ കേൾക്കാം മേഡം പറഞ്ഞോളാൻ പറഞ്ഞു. ഞങ്ങളിൽ നിന്നും അയാൾ അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നും അവൾ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ സമ്മതിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കാശും മേടിച്ച് എൻ്റെ കയ്യിൽ നിന്ന് തെളിവുകളെല്ലാം മാറ്റി മുങ്ങി നടക്കാമെന്നെങ്ങാനും താൻ വിചാരിച്ച താൻ ഏത് പാതാളത്തിൽ പോയാലും തന്നെ വന്ന് ഞാൻ പൊക്കുമെന്ന് അപർണ പറയാം. അയ്യോ അങ്ങനെയൊന്നും പറയില്ല മേഡം, ഇതൊരു ചോറല്ലേ, ഞാനൊരു ചതിയും കാണിക്കില്ല, ഞാൻ ഈ കാര്യത്തിൽ ചതിക്കില്ലെന്ന് 100% മേഡത്തെ എന്നെ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ
കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ എന്തായാലും ആ ചേച്ചി എവിടെയുണ്ടെന്ന് ഞാൻ കണ്ടെത്തി എന്തായാലും ഒരു വഴിപാടങ്ങ് കഴിപ്പിക്കും എന്ന് ഇയാൾ പറഞ്ഞപ്പം, എടോ അവളുടെ ഐശ്വര്യത്തിന് വേണ്ടിയല്ല, എൻ്റെ സംശയം തീർക്കാനാ നിനക്ക് ഞാൻ കാശ് തരുന്നതെന്ന് പറയുമ്പോൾ, മേഡത്തിൻ്റെ ശത്രു ആയിരുന്നല്ലേ അത്, താൻ അങ്ങനെ എങ്കിൽ അങ്ങനെ എന്നെ കൂട്ടിക്കോ, എനിക്കൊരു കുഴപ്പമില്ല, എനിക്കെതിരെ യുദ്ധത്തിന് ഒരുക്കത്തിലാണ് അവള്. അപ്പോൾ ഓക്കെ മേഡം, ഓക്കെ. ഡിക്റ്റേറ്റീവ് പശുപതി ദാ ഇപ്പം തൊട്ട് കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപർണ അങ്ങ് പോയി കഴിയുമ്പോൾ, എൻ്റെ ദൈവമേ ഇതോടുകൂടി എൻ്റെ തലവര മാറ്റണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ആ ചേട്ടൻ അവിടെ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മേരിയമ്മ രാധാമണിയമ്മയ്ക്ക് പാല് കൊണ്ടുവന്ന് കൊടുക്കുക. രാവിലെ കൃത്യമായിട്ടൊന്നും കഴിച്ചതും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അത് കുടിക്കാൻ പറഞ്ഞിട്ടോ അമ്മ കുടിക്കാൻ കൂട്ടാക്കുന്നില്ല. കുറേ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ അത് മേടിച്ച് കുടിച്ചു. അപ്പോഴാണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത്. ജാനകിയെ കണ്ടു കഴിഞ്ഞപ്പോൾ മേരിയമ്മ, മോളെ ഇന്ന് ഞാൻ കൂടെ വരേണ്ട കാര്യമില്ലല്ലോ അല്ലേ, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കരുതിയാണ് ജാനകി മോളെ ഞാൻ വരണ്ടെന്ന് പറയുന്നതെങ്കിൽ അങ്ങനെയല്ല കേട്ടോ എന്ന് മേരിയമ്മ പറഞ്ഞു. മേരിയമ്മയ്ക്ക് കൂടെ വരാൻ സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ, ഇന്ന് പുതിയ ഡോക്ടറെയാണ് കാണുന്നത്, ആ ആവശ്യമെങ്കിൽ അടുത്ത തവണ മേരിയമ്മ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ കൂടെയുള്ളത് എന്തായാലും നല്ലതാ മോളെ, അവിടെ ചെന്നാലേ എന്തെല്ലാം കാര്യങ്ങൾ മോൾ ഓടി നടക്കേണ്ടി വരുമെന്നൊക്കെ ഇങ്ങനെ മേരിയമ്മ പറഞ്ഞു. അപ്പോൾ ഏത് സമയവും ഇങ്ങനെ ചടഞ്ഞു കൂടിയിരിക്കാൻ മേരിയമ്മയ്ക്ക് താല്പര്യമില്ല. മോളുടെ കൂടെ വന്നതിൽ പിന്നെ മേരിയമ്മയ്ക്ക് കുറച്ചൊക്കെ ഒരു ഉഷാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ആയിരുന്നെങ്കിൽ എപ്പോഴാണ് മരണം വരുന്നതെന്നും കാത്ത് മേരിയമ്മ കിടക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ, അതല്ലേ തക്ക സമയത്ത് ഞാനിവിടെ വന്നത് എന്ന് നമ്മുടെ ജാനകി പറഞ്ഞു. പിന്നെ ഞങ്ങൾ വരുമ്പോൾ മേരിയമ്മ എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി മോളെ ഉണ്ടാക്കി വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അബിയുടെ കോള് വന്നു. അബിയേട്ടാ ഞാനും അമ്മയും കൂടി ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നതേ ഉള്ളൂ എന്ന കാര്യം ജാനകി ഇങ്ങനെ പറഞ്ഞു. ഇന്ന് ഡോക്ടർ എലിസബത്തിനെയല്ലേ കാണുന്നതെന്ന് ചോദിച്ചപ്പോൾ അതെ. പിന്നെ ഇനി മുതൽ അമ്മയെ നോക്കുന്നതേ അവരാണെന്ന കാര്യം പറയുമ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ച് വേഗതയിലാക്കണം, ഒരുപാട് കാലം നമുക്കവിടെ നിൽക്കാനാവില്ല എന്നും, പിന്നെ ഞാനൊരു പരിശ്രമത്തിലാണ്, അത് എത്ര കണ്ട് വിജയിക്കുമെന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ അബി ജാനകിയോട് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചു. പിന്നെ അബി ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ചിത്രം കണ്ട അമ്മയ്ക്ക് മനസ്സിലാകുമായിരിക്കുമോ എന്നൊക്കെ ചോദിച്ചു. നമുക്ക് നോക്കാവുന്നു അബി പറയാം. പിന്നെ അമ്മ പാലൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ പോകാനായിട്ട് അങ്ങനെ ഇറങ്ങും. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ പോകാൻ ഇറങ്ങുന്നു. ഈ സമയത്ത് അവിടെ കിടന്ന നകുലൻ എന്ന് പറഞ്ഞ ആൾ കിടന്ന് ഇങ്ങനെ ഭ്രാന്ത് കയറി കാണിച്ചുകൊണ്ടേ ഇരിക്കാം. നിങ്ങളൊക്കെ എൻ്റെ പിന്നാലെ എന്തിനാ വരുന്നത്, എനിക്ക് അവളെ കണ്ടുപിടിക്കണമെന്നും പറഞ്ഞു. അപ്പോൾ അവളെ എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കിടന്ന് ഭ്രാന്തെടുത്ത് വർത്തമാനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അവളെ കണ്ടുപിടിക്കാൻ ഞാൻ വേണ്ടുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കാതെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എടി ജാനകി നിന്നെ ഞാൻ വെറുതെ വിടില്ലടി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ കിടന്ന് നകുലൻ കൂവിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കമ്പനിയിൽ അവളുടെ കൂടെ അന്ന് ജോലി ചെയ്തിരുന്ന ഒരു കൂട്ടുകാരിയിൽ നിന്ന് ജാനകി മുംബൈയിൽ പോയ വിവരം ഞാൻ അറിഞ്ഞതെന്ന കാര്യമൊക്കെ പറഞ്ഞു. ആ സംഭവം കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ അവൾ മുംബൈയിലേക്കുള്ള ട്രെയിൻ കയറിയെന്നും അവൾ പറഞ്ഞ കാര്യവും ഈ ആൾ പറഞ്ഞു. ജാനകിക്ക് അറിയില്ലേ, പടവീടന്മാരെ നാണം കെടുത്തി അവൾക്കിവിടെ ജീവിക്കാനാവില്ല എന്നുള്ളത്. ഞാൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. എല്ലാം അവസാനിച്ചു എന്ന് കരുതി അവൾ തിരിച്ചു വന്നതായിരിക്കും. വർഷം 7 കഴിഞ്ഞില്ലേടാ എന്നൊക്കെ ഇങ്ങനെ ഈ കൂട്ടുകാരൻ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ നിന്ന് നോക്കുക നകുലൻ. കഴിഞ്ഞു പോയ വർഷങ്ങൾ നകുലൻ്റെ കലണ്ടറിൽ കണക്ക് വെക്കണ്ട എന്ന് കൂട്ടുകാരൻ പറയുന്നു. അവൾ ഇന്നലെയും എന്നെ തോൽപ്പിച്ചു. നകുലനെ അങ്ങനെയാ കരുതുന്നത്, അങ്ങനെ മാത്രമോ കരുതുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ശബ്ദം ഉയർത്തുന്നേ. എൻ്റെ ഒരു ദിവസത്തിൽ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ 7 വർഷത്തിന് അത് നീ മറക്കരുത് നരേന്ദ്ര, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാന്നൊക്കെ പറഞ്ഞു. നകുലൻ അവളെ കിട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടണം എന്നും പറഞ്ഞു ഭയങ്കരമായിട്ട് കിടന്ന് ഒച്ച വയ്ക്കുക. എന്നിട്ട് അയാളുടെ ഷർട്ടിനൊക്കെ കുത്തിപ്പിടിച്ച് അയാളെ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടി എന്തൊക്കെയോ കാണിച്ച് കൂട്ടുക കേട്ടോ. ഈ നിൽക്കുന്ന ആൾക്ക് പോലും ആകെ വല്ലാത്തൊരിതിൽ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പ്രഭാവതി പിന്നെ നമ്മുടെ സുമംഗലാമയുള്ളിടത്തേക്ക് ചെന്ന് നളിനിയെ കാണുക. അപ്പോൾ അന്ന് വന്നിട്ട് പോയതല്ലാതെ പിന്നെ ആരെയും ഈ വഴിക്ക് കണ്ടില്ലല്ലോ എന്ന് നളിനി പറഞ്ഞു. കൊച്ചുമക്കൾ വരും ഇവിടുന്ന് കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞ സുമംഗലാമ കുറേ ദിവസങ്ങളിൽ കാത്തിരുന്നു. ഇപ്പം ആരും വരാനില്ല എന്ന് അവർക്ക് മനസ്സിലായി. ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ നളിനി പറയുക. അപ്പോൾ പ്രഭാവതിയുടെ മുഖമൊക്കെ വല്ലാതായി. എന്തു പറ്റി, പ്രഭാവതി അമ്മയാണെന്ന് ഇപ്പം കണ്ടാൽ പറയില്ല കേട്ടോ, ആകെ കോലം കെട്ട് പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക പ്രഭാവതിയോട് നളിനി. പ്രഭാവതിക്കൊന്നും മിണ്ടാനില്ല. മനോവിഷമം കൊണ്ടാണെന്നൊക്കെ എനിക്കറിയാം. എങ്ങനെ കഴിഞ്ഞു പോയിരുന്ന വീടാ അത്. ഒരു മരുമകൾ വന്നു കയറി തമ്മിൽ അടുപ്പിച്ച് പിരിയിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം വന്നു കയറിയ മരുമക്കളെ എന്തിനാ നളിനി പഴി പറയുന്നത്? അവർക്ക് വളം വെച്ച് കൊടുത്തിട്ടല്ലേ. തലയ്ക്ക് മുകളിൽ വളരുന്നതേ വളർത്തി വിട്ടതിൻ്റെ ഫലമാണെന്ന് പ്രഭാവതി അന്നേരം പറഞ്ഞു.
അമ്മ അനുഭവിക്കുന്നതും അത് തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പിന്നെ ഈ ഗതി വരാതിരുന്നാലല്ലേ അത്ഭുതമുള്ളൂ. അത്രയ്ക്ക് ആടി തിമിർത്തതല്ലേ അവരെന്നൊക്കെ നളിനി ഇങ്ങനെ പ്രഭാവതിയോട് പറഞ്ഞ് ഇവർ തമ്മിൽ ഇക്കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് വൃദ്ധസദനത്തിൽ നിൽക്കുന്നിടത്താണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.